ഹായ്, അങ്ങനെ നമ്മൾ അടുത്ത സിനിമക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഏത് സിനിമ എന്നല്ലേ, നെല്ലിക്കാംപോയി നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ അടിപൊളിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത്യാവശ്യം നല്ലോണം പേടിക്കാനുണ്ട്, പിന്നെ എന്തൊക്കെയോ കുറെ സംഭവങ്ങളും ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അത്രയും പറഞ്ഞ സ്ഥിതിക്ക് അധികം ലേറ്റ് ആക്കാണ്ട് വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒബ്രമാളിലാണ് നമ്മൾ ഇന്നും സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. 4:50 സിനിമക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണി ആയിട്ടുണ്ട്. എന്തായാലും പടം കാണാൻ പോവാണ്. അത്യാവശ്യം നല്ല ഹൊറർ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഹൊറർ സിനിമസ് ഒന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് ലാംഗ്വേജിലാണെങ്കിലും ഞാൻ കണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മലയാളത്തിലാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി അറിയാവുന്ന ഭാഷ കാരണം കൊണ്ട് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല ഒരു റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഈ സിനിമക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, പോയി കണ്ടിട്ട് ഈ സിനിമ എങ്ങനെയുണ്ട്, ഇതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ എത്രത്തോളം അത് എഫക്റ്റീവായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമ കണ്ടിട്ട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ സിനിമ പോയി കണ്ടിട്ട് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വരാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ സിനിമ കണ്ടു, നെല്ലിക്കാംപോയി നൈറ്റ് റൈഡേഴ്സ്. പടം എങ്ങനെയുണ്ടെന്നല്ലേ? പടം ഒരു ഏവറേജ് മൂവിയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിള്ളേർക്കൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടും, പിള്ളേർക്കെന്നല്ല ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ് കേട്ടോ നമ്മുടെ നെല്ലിക്കാംപോയി നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അത്യാവശ്യം കുറച്ച് കോമഡി ഉണ്ട്. ഹൊറർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പേടിക്കുന്ന പോലത്തെ അല്ല. ഞാൻ 1-2 ഭാഗത്ത് ഒരു ചെറിയ രീതിയിലൊന്ന് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് വന്നായിരുന്നു. പിന്നെ എന്നത്തെ പോലെ തന്നെ ഒരു പുതുമയൊന്നും ഈ സിനിമയിൽ പ്രതീക്ഷിക്കരുത്. പുതുമയൊന്നുമില്ല. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ട്വിസ്റ്റ് പോകുന്നുണ്ട്. ഒരു റിവെഞ്ച് പോലത്തെ ഒരു റിവെഞ്ച് എന്നല്ല, ഒരു പോലത്തെ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചത് എല്ലാവരും അടിപൊളിയാണ്. നമ്മുടെ അബു സലീമിന്റെ ക്യാരക്ടറാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അബു സലീം നല്ലൊരു ക്യാരക്ടർ അബു സലീമിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മാത്യുവിനാണെങ്കിൽ പിന്നെ പുതിയ നായികയാണ്, പുതുമുഖമാണെന്ന് തോന്നുന്നു. അത് വെച്ച് വേറെ ഞാൻ കണ്ടിട്ടില്ല വേറെ സിനിമയിൽ. മീനാക്ഷി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നൊരു പെങ്കൊച്ചിന്റെ നായികയായിട്ട് കൊച്ചു നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇവന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ഷെഡ് സാബ എന്ന് പറയുന്ന പയ്യനും, പിന്നെ അതേപോലെ റോഷൻ ഷാനവാസ് നമ്മുടെ ആവേശം സിനിമയിലുണ്ടായിരുന്ന ആ പയ്യനല്ലേ, അവൻ വളരെ നല്ല രീതിയിലൊക്കെ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഓവറോൾ സിനിമ ഒരു വൺ ടൈം മൂവിയാണ്, പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞ പോലെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് എന്താ പറയാ നീട്ടി കൊണ്ടുപോയിട്ടൊന്നുമില്ല പടം. ആവശ്യത്തിന്, അതായത് ഹാഫ് ടൈം ഒരു 1 അവറിനുള്ളിൽ തന്നെ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പടം തുടങ്ങി ഒരു 10 മിനിറ്റിനുള്ളിലാണ് ഞങ്ങൾ എത്തിയത്. എത്താൻ കുറച്ച് നേരം വൈകിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ആ ഒരു ഭാഗം ഞാൻ എന്താണെന്നുള്ളത് തൊട്ടടുത്തിരുന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അവർ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ വന്നിറങ്ങിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഭാഗം അവിടെ എത്തിയപ്പോഴേക്കും നിങ്ങൾ വന്നായിരുന്നു പറഞ്ഞു. അത് കാരണം ആ ഒരു സീൻ എന്താന്നുള്ളത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അതെന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പോകേണ്ടി വന്നേനെ. പിന്നെ ഓവറോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തിരക്ക് കുറവാണ് കേട്ടോ. തിരക്ക് വളരെ കുറവാണ്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതൊന്നുമില്ല. അതിൽ ഫസ്റ്റ് കുറച്ച് സീനുകൾ മാത്രമാണ് കുറച്ച് നമുക്കൊരു സംഭവം തരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഹൊറർ എന്നുള്ളത് മാറിയിട്ട് പിന്നെ വേറൊരു സിറ്റുവേഷനിലോട്ട് സിനിമ കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ സിനിമ കണ്ടിരിക്കാം. പിന്നെ മാത്യു എന്നത്തെ പോലെ തന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. മാത്യുവിന്റെ കൂടെ അഭിനയിച്ചവരൊക്കെ ഒന്നുകൂടി രസമായിട്ടുണ്ട്. മാത്യുവിനെ കുറച്ചുകൂടി ഒന്നുകൂടി സെറ്റ് ആക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എനിക്ക് സിനിമ കണ്ടപ്പോൾ. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. പാട്ടുകളൊക്കെ നല്ല രസമുണ്ട്. അതിന്റെ വിഷ്വൽസും പിന്നെ അതിന്റെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും പിക്ചറൈസിങ് എല്ലാം നല്ല രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറിയൊരു കഥയാണ്. അതിൽ കുറച്ച് ഹൊററും പിന്നെ കുറച്ച് കോമഡീസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾ എന്തായാലും ഈ സിനിമ പോയി കണ്ടോളൂ. ഒരിക്കലും ബോറടിച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടപ്പെടും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല. അത് നിങ്ങൾ കണ്ടിട്ട് തന്നെ നിങ്ങൾ പറയാം. എനിക്ക് ഒരു ഏവറേജ് ഒരു സിനിമ പോലെയാണ് തോന്നിയത്. ഭയങ്കരമായിട്ടൊരു അക്സെപ്റ്റ് ചെയ്തിട്ട്, അതായത് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഒരു ഹൊറർ ഉണ്ടാവും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു കാണാൻ പോകണം മുന്നേ. ആ ഒരു പ്രതീക്ഷ എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും സിനിമ പോയി കണ്ടോളൂ. ഒരു വൺ ടൈം മൂവി തന്നെയാണ്. എൻജോയ് ചെയ്തിരുന്നിട്ട് കുറച്ചൊക്കെ ചിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പൊ എന്തായാലും കണ്ടിട്ട് നിങ്ങൾ സിനിമയുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.